ഈ ഒരു കോൺസെപ്റ്റിനെ പലരും കാണുന്നത് അന്നത്തെ കാലത്തെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നതായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഒരു ജെനറ്റിക് എഞ്ചിനീയറിംഗും ഒന്നുമല്ല, ഇത് യഹോവയുടെ പ്രവൃത്തിയായിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയായിരുന്നു. നിസ്സഹായമായ അവസ്ഥകളിൽ വിടുവിക്കാതിരിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകൾ കുറുതാകിയിട്ടുമില്ല. ദൈവമായ യഹോവ നിങ്ങളുടെ ജീവിതത്തിലും പ്രോസ്പെറിറ്റി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസ്രയനായ യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കും. ഞാൻ ഇന്ന് യാക്കോബ് നടത്തിയ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ട്രയലിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് തൻ്റെ അമ്മായപ്പനായ ലാബാനെ ഒരുപാട് വർഷം സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നു തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ. പക്ഷെ അതിനു മുമ്പ് ലാബാനോട് പോയി പറയുന്നു തനിക്ക് ഉചിതമായ വേതനം നൽകാൻ. അപ്പോൾ ലാബാൻ ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത്? യാക്കോബ് വളരെ ന്യായമായ കാര്യമാണ് ചോദിക്കുന്നത്. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വരയും പുള്ളിയുമുള്ള ആടിനെ മാത്രമാണ് ചോദിക്കുന്നത്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വരയും പുള്ളിയും ഒന്നുമില്ലാത്ത വെറും പ്ലെയിൻ ആയിട്ടുള്ള ആട്ടിൻകൂട്ടങ്ങളായിരുന്നു. പക്ഷേ യാക്കോബ് ചോദിച്ചത് അതിലേറ്റവും റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് യാക്കോബ് ചോദിച്ചത്. പക്ഷേ ലാബാൻ വളരെ കണ്ണിങ് ആയതുകൊണ്ട് അവരുടെ ആട്ടിൻകൂട്ടത്തിലുള്ള വരയും പുള്ളിയുമുള്ള ആടുകളെല്ലാം വേർതിരിച്ച് അതുങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ യാക്കോബിന് അവരുടെ കൂട്ടത്തിൽ നിന്നൊന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വരയും പുള്ളിയും ഒന്നുമില്ലാത്ത ആടുകളെ കിട്ടാതാവുന്ന യാക്കോബ് വീണ്ടും ചെയ്യുന്നത് ഈ ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ആടുകളെ കൊണ്ട് അവരെ ഇണ ചേർത്ത് അതിൽ നിന്നും വരയും പുള്ളിയുമുള്ള ആടുകളെ ഉണ്ടാക്കി അതിനെ വേർതിരിച്ചെടുക്കാനുള്ള വലിയൊരു ശ്രമമാണ് നടത്തുന്നത്. യാക്കോബ് പലതരത്തിലുള്ള മരച്ചില്ലുകൾ മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വരയും പുള്ളിയും ഒക്കെയുള്ള അങ്ങനെ ഒരു രൂപം പോലെയുള്ള മരക്കൊമ്പുകൾ ഈ ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പം അവരുടെ മുമ്പിലുള്ള ആ തൊട്ടികളിന്മേൽ ഇട്ടിട്ട് അവരെ മെയ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമമാണ് യാക്കോബ് നടത്തുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് വരയും പുള്ളിയുമുള്ള ആടുകളായിരുന്നു ഏറ്റവും കൂടുതൽ. അതേസമയം വരയും പുള്ളിയും ഒന്നുമില്ലാത്ത വെറും പ്ലെയിൻ ആയിട്ടുള്ള ആടുകൾ വളരെ കുറച്ചും അതൊക്കെ വളരെ വീക്കുമായിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ലാബാൻ്റെ വിഹിതം വളരെ ചെറുതായിട്ടും വീക്കായിട്ടും യാക്കോബിൻ്റെ വിഹിതം വളരെ വലുതായിട്ടും വളരെ ശക്തിയുള്ളതുമായിട്ട് വന്നു. ലാബാനേക്കാട്ടിലും ഒരുപാട് വലിയ ഫ്ലോക്കായിട്ട് മാറി യാക്കോബിൻ്റെ ഫ്ലോ. ഇതിന് ശേഷം തൻ്റെ സർവ്വ സ്വത്തുങ്ങളുമായിട്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് യാക്കോബ് തൻ്റെ ഭാര്യമാരോട് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. യാക്കോബ് തൻ്റെ ഭാര്യമാരോട് പറയുന്നത് ഇപ്രകാരമാണ്: മെയ്റ്റിംഗ് സീസണിൽ ഞാനൊരു ഡ്രീമിലായിരുന്നപ്പോൾ ഞാൻ കണ്ടത് മെയ്റ്റ് ചെയ്യുന്ന എല്ലാ ആടുകൾക്കും വരയും പുള്ളികളും ഉള്ളവയായിരുന്നു എന്നാണ്. ഇതിനുശേഷം ദൈവത്തിൻ്റെ മാലാഖ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് യാക്കോബിനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എണ്ണീച്ച് തലപൊക്കി നോക്കുക, എല്ലാ മേറ്റ് ചെയ്യുന്ന മൃഗങ്ങൾക്കും വരയും പുള്ളികളുമുണ്ട്. ഇങ്ങനെയുണ്ടായ എല്ലാ ഷീപ്സും ഗോഡ്സിനും വരയും പുള്ളികളും ഉണ്ടായി. അതെല്ലാം യാക്കോബിൻ്റെ അവകാശവുമായി തീർന്നു. ഈ ഒരു വേദഭാഗത്തിൽ പറയുന്ന യാക്കോബിൻ്റെ പ്രവൃത്തി, അതായത് വൃക്ഷത്തിൻ്റെ കൊമ്പൊക്കെ മുറിച്ചുകൊണ്ട് വന്ന് പുള്ളിയൊക്കെ ഉണ്ടാക്കി അതിനെ മൃഗങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി അവർ മേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് മേറ്റ് ചെയ്താൽ ഇങ്ങനെയും വരയുമുള്ള മൃഗമാവുമെന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ പലരും കാണുന്നത് അന്നത്തെ കാലത്തെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നതായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഒരു ജെനറ്റിക് എഞ്ചിനീയറിംഗും ഒന്നുമല്ല, ഇത് യഹോവയുടെ പ്രവൃത്തിയായിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയായിരുന്നു. വെറും പ്ലെയിൻ കളേഴ്സിലുള്ള മൃഗങ്ങൾ വന്ന് മേറ്റ് ചെയ്യുമ്പോൾ അതുങ്ങളെ വരയും പുള്ളികളുമുള്ള ആടാക്കി മാറ്റിയത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ കരങ്ങളായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. തൻ്റെ അമ്മായപ്പൻ ചതിച്ചത് മൂലം ഒരു തരത്തിലും തൻ്റെ വേതനം ലഭിക്കാതിരുന്ന യാക്കോബ് ഒരുപാട് കാര്യങ്ങളൊക്കെ യാക്കോബിൻ്റെ തന്നെ ബുദ്ധി തോന്നുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് ബിഹൈൻഡ് ദ സീൻസ് അവിടെ പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചതെന്നും യാക്കോബിന് അവസാനം ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. സങ്കീർത്തനം 127:2 ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ: നിങ്ങൾ രാത്രി ഏറെ വൈകി കിടക്കുന്നത് വെളുപ്പാങ്കാലത്തെ എണ്ണീക്കുന്നതുമൊക്കെ വെറും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. വിശ്വസിക്കുക, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വസിക്കുക. നിങ്ങളുടെ നിസ്സഹായമായ അവസ്ഥകളിൽ വിടുവിക്കാതിരിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകൾ കുറുതാകിയിട്ടുമില്ല. അവന് സഹായിക്കാൻ മനസ്സുമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ ജീവിതത്തിലും പ്രോസ്പെറിറ്റി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ ഒരു തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ദൈവം അനുവദിക്കത്തില്ല. ജീവിതയാത്രയിൽ പലപ്പോഴും പല ജംഗ്ഷനിലും എത്തിയിട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകുന്നതെന്ന് അറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ വിശ്വസിക്കുക, യഹോവയെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ ഇടത്തോട്ട് പോയാലും നിങ്ങൾ വിജയിച്ചിരിക്കും, നിങ്ങൾ വലത്തോട്ട് പോയാലും വിജയിച്ചിരിക്കും. കാരണം യഹോവയ്ക്ക് ഒരു സിറ്റുവേഷൻസിനെ മാറ്റിമറിക്കാൻ ഒരു പ്രയാസവുമില്ല. യഹോവയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോവുക. യഹോവയുടെ ശക്തിയിൽ, അവൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. Come fall in love with this word of God and fall in love with Jesus.